കണക്കിൻ്റെ ലോകത്ത് ഡെപ്പോസിറ്റ് ടാർഗറ്റിൻ്റെയും ലോൺ ടാർഗറ്റിൻ്റെയും രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഒരു പാവം ബാങ്ക് മാനേജറുടെ ഒരു സാധാരണ ദിവസത്തെ ജീവിതം നർമ്മരസത്തിൽ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് ഞങ്ങളിവിടെ. ഇതിലെ കഥയ്ക്കോ കഥാപാത്രങ്ങൾക്കോ സന്ദർഭങ്ങൾക്കോ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആരോടെങ്കിലും സാദൃശ്യം തോന്നിയാൽ അത് തികച്ചും സ്വാഭാവികം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ കഥയ്ക്കും കഥയിലെ ബാങ്കിനും പേരില്ല. ഈശ്വര ഭഗവാനെ, നല്ലത് മാത്രം വരുത്തണേ. 50 ലക്ഷത്തിൻ്റെങ്കിലും ഡെപ്പോസിറ്റുമായിട്ട് ഏതെങ്കിലും ഒരു കസ്റ്റമർ ഇങ്ങോട്ട് കയറ്റി വിടണേ. കമ്പ്യൂട്ടറൊക്കെ നേരാവണ്ണം വർക്ക് ചെയ്യണേ. എന്താ പ്രശ്നം? പോയി സാറേ, എല്ലാം പോയി. താൻ ആളെ ടെൻഷനാക്കാതെ കാര്യം പറഞ്ഞോ. സാറേ, UPS അടിച്ചു പോയി സാറേ. ഈശ്വര, കമ്പ്യൂട്ടർ ഒന്നും വർക്കാവുന്നില്ല. താണ്ടെ ഇന്നിവിടെ ഒരു പരിപാടി നടക്കും തോന്നില്ല. താൻ ഒരു കാര്യം ചെയ്യേ, താൻ പോയി ആ UPSന്റെ ആള് വിളിച്ചതൊന്ന് ശരിയാക്കടോ. ഇല്ലെങ്കിൽ ഈ തിരക്കെല്ലാം കണ്ടല്ലോ, ഇവരെല്ലാം കൂടി എന്റെ ശവദാനം നടത്താൻ പോണത്. ഓ ഈശ്വര, ആറോ ഇനി ഇത് ഞാൻ. ഹലോ ഹലോ മിസ്റ്റർ രാജേഷ്, ദിസ് ഈസ് സതീഷ് ഫ്രം ആറോ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. പറയൂ സാർ, എന്തുണ്ട് സാറേ വിശേഷം? ഇന്ന് പുതിയ ക്യാമ്പയിനാ സാറേ തുടങ്ങാൻ പോണേ. അത് പറയാനാ ഞാൻ വിളിച്ചത്. താൻ ഇതുവരെ കിസ് ചെയ്തില്ലേ? കിസ്സോ? അല്ല, ഇതിപ്പോ സാറേ ഈ ക്യാമ്പയിന്റെ കാര്യം ഞാൻ അറിഞ്ഞില്ല സാറേ. അതെന്താ, ഞാൻ നിങ്ങളുടെ ABN വിളിച്ച് പറഞ്ഞതാണല്ലോ നിങ്ങളോട് പറയണമെന്ന്. പഹയൻ, അല്ലെങ്കിൽ നല്ല കാര്യം വല്ല വേണ്ട നേരത്തെ എന്നോട് പറയുമോ സാറേ? ഞാൻ ഇപ്പം എത്രണ്ണം ചെയ്യണം? 5 എണ്ണമാണ് ടാർജറ്റ്. രാജേഷ് 2 എണ്ണമെങ്കിലും ഇന്ന് ചെയ്യണം. ചെയ്തേ പറ്റൂ, വേറെ പണിയൊന്നുമില്ലല്ലോ. അല്ല അതിപ്പോ സാറേ മോശമല്ലേ? ആൾക്കാരൊക്കെ അറിഞ്ഞ് എന്ത് വിചാരിക്കും? എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല കേട്ടോ സാറേ. എന്ത് മോശം രാജേഷ്, ഓരോ ക്വസ്റ്റിനും 15 ക്വസ്റ്റ്യൻ ഉണ്ട്. താൻ വേഗം പോയി 2 ക്വസ്റ്റെങ്കിലും ചെയ്യേ. ചെയ്യാത്തവരുടെ ലിസ്റ്റ് HODക്ക് കൊടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. വേണ്ടായിരുന്നു മാഡം, ആ കിസ് ചെയ്ത് തീർക്കാൻ. നാണക്കേടായി. സാറത് എവിടെ പോയി കിടക്കുന്നു? മനുഷ്യൻ ഇന്ന് മുഷ്ടി ഒന്നും പറയണല്ലോ കുമാരേട്ടാ, മൊത്തം പ്രശ്നമാ. ഇതേറ്റി സാറേ, UPS അടിച്ചു പോയി. തണ്ടേ ഇന്നിവിടെ ഒരു പരിപാടി നടക്കത്തില്ല. ശോ, കഷ്ടമായി പോയല്ലോ. സാറ് കാര്യം ചെയ്തേ, മോനെ ഗൾഫിൽ 2 ലക്ഷം രൂപ പഠിപ്പിച്ചെന്നില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തില്ല. കുമാരേട്ടാ, ഈ കമ്പ്യൂട്ടർ വർക്കാവത്തില്ല. ഇതൊന്ന് തുറന്നാലല്ലേ ഇതിനകത്ത് എന്താ വന്നത് എങ്ങോട്ടാ പോയെന്നൊക്കെ അറിയൂ. കുമാരേട്ടൻ തൽക്കാലം അവിടെ ഇരിക്കും, ഞാൻ വിളിക്കാം. ശരി. എടോ സുമേഷേ, എടോ ആ ബോംബോ ആപ്പോ ഇതുവരെ ഇൻസ്റ്റാൾ ആയില്ലേടോ? ആരെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. എന്റെ സാറേ, നമ്മുടെ ബ്രാഞ്ചിലെ എല്ലാ കസ്റ്റമേഴ്സിനും ഞാൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതാ. താണ്ടെ ഞാനും മേഡം കൂടെ കഴിഞ്ഞ ആഴ്ച മഴ പെയ്യാതെ കടത്തിന്റെ കയറി നിന്ന ബംഗാളികൾക്ക് വരെ അക്കൗണ്ട് ഓപ്പൺ ആക്കി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത്. ഞാൻ എവിടെ പോയി ചെയ്യാനാ സാറേ? സുമേഷേ, സത്യമാ സാറേ. എടോ അയാ കൊണ്ടുവിടും. കുമാരേട്ടോ, പുതിയ ഫോണൊക്കെ എടുത്താ? ഇന്ന് വന്നേ ചോദിക്കട്ടെ. കുമാരേട്ടൻ ഇവിടെ ഇരിക്കും. കുമാരേട്ടന്റെ പ്രശ്നങ്ങളൊക്കെ ഞാനിപ്പോ ശരിയാക്കി തരാം. ആ ഫോണിതാ. Mr. Rajesh, I'm Kusumam. You can call me Kusum. മാഡം, നമ്മള് ഫോണിലല്ലാതെ നേരിട്ട് ആദ്യമായിട്ടാണല്ലേ? മാഡത്തിനൂടെ കുറേ ഡെപ്പോസിറ്റ്സ് എല്ലാം ഉണ്ടല്ലോ മാഡം. യെസ്, എന്തൊരു ചൂടാണിത്. എനിക്ക് US നിന്ന് ഇവിടെ എത്തിയാൽ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പുറത്താണെങ്കിൽ വല്ലാത്ത ട്രാഫിക്കും. ഓ ഡിസിപ്ലിൻ, നോ മാനേഴ്സ്. യു ആർ റൈറ്റ്. അല്ല ബൈ ദ വേ മാഡം വന്നത്, എനിക്ക് ധാരാളം ഡെപ്പോസിറ്റ്സ് ഇവിടെ ഉണ്ട്. യു നോ, അതെല്ലാം മിക്സപ്പ് ആയി കിടക്കുക. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. മാഡം അതെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ UPS അടിച്ചു പോയിട്ടിരിക്കുക. കുഴപ്പമില്ല, ഇപ്പൊ ശരിയാവും. സുമേഷേ, ഇതാ ഞാൻ പറഞ്ഞേ, ഇവിടെ ഒരു 20 വർഷം പുറകില്ല. US-ലെങ്ങാണം ആയിരിക്കണമായിരുന്നു. സുമേഷേ, മാഡം ഇപ്പൊ ശരിയാവും. മാഡം ഒരു കാര്യം ചെയ്യും, ആ ഡെപ്പോസിറ്റ് എല്ലാം തരുമോ? ഞാനൊന്ന് നോക്കട്ടെ. കുമാരേട്ടോ, നെറ്റ് കുറച്ച് സ്ലോ ആണേ. മോൻ പുതിയതായിട്ട് അവിടുന്ന് കൊടുത്തയച്ച ഫോണാ സാറേ. എനിക്കിതിന്റെ പണിയൊന്നും അറിയത്തില്ല. അതെനിക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി.
മേഡം ഇതിൻ്റെ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് എല്ലാം ആകെ മിക്സപ്പ് ആയി കിടക്കുകയാണല്ലേ? മേഡം ഇത് ടോട്ടൽ എത്ര എണ്ണം ഉണ്ട് മേഡം? ഒരു 5-6 എണ്ണം ഉണ്ടാവും. നോക്കൂ രാജേഷ്, എനിക്കൊരു ഫേവർ വേണമായിരുന്നു. എൻ്റെ റൂബിക്കാണെങ്കിൽ 2 ദിവസമായി വല്ലാത്ത ഫീവറും വൊമിറ്റിങ്ങും. അവളെ റൂബിക്ക് നല്ല ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടോ കാണിക്കാനായിട്ട്? ഡോക്ടർ അവളെ കൊണ്ടുപോകാനാണെങ്കിലും ആരുമില്ല. ഓക്കെ മേഡം, മെഡിസിറ്റി നല്ല ഹോസ്പിറ്റലാണ് മേഡം. ഒരു ഡോക്ടറുടെ നമ്പർ ഉണ്ട്, ഞാനൊന്ന്. ഓ താങ്ക് യു, സോ കൈൻഡ് ഓഫ് യു. നമ്പർ റൂബി വയലന്റ് എങ്ങാനും ആകുകയാണെങ്കിൽ? വയലന്റോ? അല്ല മേഡം, റൂബി ആരാന്ന് മേഡം പറഞ്ഞേ? എന്റെ പട്ടിക്കുട്ടി. കുമാരേട്ടോ, ഓ കണക്ഷൻ പോയി. ഒത്തില്ല. മേഡം, അതിനുള്ള നമ്പർ ഇപ്പം എൻ്റെ കയ്യിലില്ല. കിട്ടുവാണെങ്കിൽ ഞാൻ മാഡത്തിന് അറിയിക്കാം. പിന്നെ ഈ ഡെപ്പോസിറ്റ് എല്ലാം ഞാൻ നോക്കി, എല്ലാം ഓക്കെ. ഇതെല്ലാം ഡിസംബറിലാണ് മെച്ചൂർ ആവുന്നത്. മാഡം അപ്പോൾ കൊണ്ടുവന്നാൽ മതി. ഓക്കേ, താങ്ക് യു, സോ കൈൻഡ് ഓഫ് യു. സീ യു ലേറ്റർ. യെസ് മേഡം. പിന്നെ രാജേഷ്, ബൈ ദ ബൈ, SMS-ന്റെ കാര്യം ഒന്ന് ചെക്ക് ചെയ്യണം. ഞങ്ങൾ NRIs-ന് SMS-ന്റെ ഇമ്പോർട്ടൻസ് അറിയാമല്ലോ. അത് തീർച്ചയായിട്ടും ഉടനെ ശരിയാവും മേഡം. ഞാൻ ബൈ ബൈ. ബൈ ബൈ. എൻ്റെ പൊന്നെ, ആ സാധനം ഒരു 5 മിനിറ്റ് ഇരുന്നാലേ ഉണ്ടല്ലോ ആ പട്ടിക്കുള്ള ഇഞ്ചക്ഷൻ ഞാൻ എടുക്കണ്ട വന്നേനെ. എടോ സുമേഷേ, എന്താണോ കഴിഞ്ഞില്ലേ പാക്കേജ് SMS? എടോ റീചാർജ് ചെയ്യടോ. ഇവനൊക്കെ കൂടി. കുമാരേട്ടാ, ഇത് കുറച്ച് സമയം എടുക്കും. കുമാരേട്ടൻ അങ്ങോട്ടിരിക്കും, ശരിയാക്കി തരാം. ശരി. എന്തായിരുന്നു സാറേ, എൻ്റെ നെറ്റ് ബാങ്കിങ് കുറച്ച് ദിവസമായി വർക്കാവുന്നില്ല. അത്രേ ഉള്ളൂ പ്രശ്നം. അത് മേഡം നമ്മുടെ ബോംബോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. ആ ബോംബ് അത് പൊട്ടിക്കാൻ പോയിട്ടൊന്ന് തുറക്കാൻ പോലും പറ്റിയിട്ടില്ല. തമാശ. ഭരതപ്രിയാണല്ലേ? ഇതൊന്നും ഒരു പ്രശ്നമല്ല മിസ്. മീനു. ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഐ എം സുമേഷ്. ബൈ ദ വേ, ഞാനിപ്പോൾ ശരിയാക്കി തരാം. 1 minute സർ. ഹലോ എടോ സുമേഷേ, ആ ഫോൺ ബെല്ലടിക്കാൻ കേട്ടില്ലടോ. ഹലോ. ഹലോ, മാനേജർ അല്ലേ? അല്ലല്ലോ. അല്ലേ? ആരായാലും വേണ്ടില്ല. ഞാൻ സുഗുണൻ. കഴിഞ്ഞ മാസം ചാർജ് എന്ന് പറഞ്ഞ് എൻ്റെ അക്കൗണ്ടിൽ 2000 രൂപ നിങ്ങൾ എടുത്തത്. എന്താ അത്? സാർ, അത് മിനിമം ബാലൻസ് ചാർജ് പിടിച്ചതാണ് സാർ. മിനിമം ബാലൻസോ? ഇത് എന്ത് ഏർപ്പാടാ? ഇതിനേക്കാളും ഭേദം ഒരു കമ്പിപ്പാര എടുത്ത് കക്ക ഇറങ്ങുന്നതാ. നിങ്ങളുടെ ആ മാനേജർ അല്ലേ, അയാൾ കൊടുത്തേ. സാറേ, ഒരു മിനിറ്റ്. സാറേ, സാറിനുള്ള കോളാ. ഹലോ. മനുഷ്യനിവിടെ ആകെ പുകഞ്ഞു നിൽക്കാം. അതിൻ്റെ ഇടയ്ക്കാ മൂട്ടിൽ പോയോ? പറഞ്ഞു തീർന്നില്ലല്ലോ. അതിനുമ്പ് തീപ്പതി എല്ലാം കൂടെ എന്നെ കത്തി കിടങ്ങോളൂ ദൈവമേ. ഹലോ. മോളിസേ പറയൂ, എന്തുണ്ട്? മോളൂസ് ഒക്കെ ഇവിടെ നിൽക്കട്ടെ, ബാങ്കിലെത്തിയിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട്. ഞാനതങ്ങ് മറന്നു. അല്ല, നിങ്ങൾ ഇറങ്ങിയില്ലേ? ഇന്ന് മോന്റെ സ്കൂളിൽ ഓപ്പൺ ഹൗസ് ഉള്ളതല്ലേ? ഓപ്പൺ ഹൗസോ? എൻ്റെ മനുഷ്യ, PTA മീറ്റിംഗ്. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് പോണമെന്ന്. എന്നെ കൊണ്ട് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നണല്ലോ. അതേ, ഞാനിവിടെ രാവിലെ കാല് ഊത്തിയപ്പോൾ തൊട്ട് പൊരിഞ്ഞ പോരാട്ടമാ. എൻ്റെ പോരാളി, നിങ്ങൾ ഈ പോരാട്ടം എല്ലാം ഒതുക്കി ഇടയ്ക്ക് വീട്ടിലെ കാര്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിക്കേ. ശരിയാക്കാം, എല്ലാം നമുക്ക് ശരിയാക്കാം. ദേ, ഈ തവണ പോയേക്കണേ. അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും പോയിരിക്കും. അയ്യോ ദേ, ഞാൻ വെക്കട്ടെ. ദേ, ഒരു കുരിശ് വരുന്നുണ്ടോ തോന്നണേ. എന്താവും ആവും. ഈശ്വര, മൈൻഡ് ചെയ്യാതിരിക്കാം. ഫൈൻ എടുത്തിട്ട് എല്ലാം ശരിയായിട്ടുണ്ട്. ബൈ ദ വേ, കുട്ടിക്ക് ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട്. കഴിഞ്ഞില്ലടോ. കുട്ടി പേടിക്കണ്ട. കഴിഞ്ഞു സർ, കുട്ടി ഒന്നും പേടിക്കണ്ട. അതെ, ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. സാറേ, ഇത് പ്രശ്നമാവെന്നാ തോന്നുന്നത്. എന്ത് ഡൗൺലോഡ്? കുമാരേട്ടൻ അവിടെ ഇരിക്കും. കുമാരേട്ടൻ്റെ നെറ്റ് ഒരു സ്ലോയാ. അത് ശരിയാവും.
സാറിന്റെ ലോണിന്റെ കാര്യം ഞാൻ ഇപ്പൊ അങ്ങ് പറഞ്ഞു വെച്ചതേ ഉള്ളൂ. സത്യം ഇപ്പോഴാ കോള് വന്നേ. ഇത് കുറെ നാളായി എന്നെ നടത്തണേ. പറ്റില്ലെന്ന് പറയടോ. എനിക്ക് രണ്ടിലൊന്ന് അറിഞ്ഞാൽ പറ്റുമെന്ന്. പറ്റില്ല. ഇതും ഭാഷ കടത്താനായിട്ട് പറ്റില്ല. പറ്റില്ല സാറേ. പറ്റില്ലെന്നോ? അല്ല, പറ്റില്ലെന്ന് പറയാൻ പറ്റില്ലോ എന്ന് പറഞ്ഞു പിന്നെ വരുമോ. എന്താണോ എന്റെ ലോൺ തരാൻ അത്ര ബുദ്ധിമുട്ട് എനിക്ക്? സാറ് ടെൻഷൻ ആയാലും സാറേ, സാറിന്റെ ലോണിന്റെ കാര്യമല്ലേ? അതെ, ശരിയാക്കാം. ഞാൻ പറഞ്ഞ പേപ്പർ സാറ് കൊണ്ടുവന്നോ? നിങ്ങൾ പറഞ്ഞ എല്ലാ പേപ്പേഴ്സും ഇതിലുണ്ട്. കൊണ്ടുവന്നല്ലേ? ആ, കൊണ്ട് നോക്കട്ടെ. സാറേ, CM റിക്കവറിയുടെ മെസ്സേജ് ഉണ്ട്. അതിന് രമണി ഞാനിപ്പോ എന്നാ വേണം? ഞാൻ ഒരു 100 പ്രാവശ്യം പറഞ്ഞു അവരോട് ഇങ്ങനെ പോയാൽ പറ്റില്ല പറ്റില്ല എന്ന്. കേൾക്കണ്ടേ? ഇപ്പൊ എന്നാന്ന് വെച്ചാൽ ആവട്ടെ. സാറേ, പാറപ്പുറത്തെ അശോകൻ്റെ ഭാര്യ രമണിയാണോ സ്ലിപ്പായത്? അവളിപ്പോൾ എവിടെ? പണ്ടൊരിക്കൽ ചെറുപ്പത്തിൽ ഞാനും അവളും കൂടി ഒന്ന് സ്ലിപ്പാവാൻ പോകുമ്പോൾ എന്റെ കുമാരേട്ട, ഇത് ആ സ്ലിപ്പാകലല്ല, ലോണിലെ തിരിച്ചടവ് തുടങ്ങി കിട്ടാക്കടവായ കഥ. കുമാരേട്ടൻ ചെല്ല്, ആപ്പൊക്കെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓ ശരി. സാറേ, പ്രശ്നമായിരിക്കും. പ്രശ്നമാ സാറേ. എന്താണ് പ്രശ്നം? അടുത്ത പ്രശ്നം. സാറ് കൂടി മാത്തുക്കുട്ടിയെ പറ്റിച്ചോണ്ടിരുന്നു. താണ്ട ഗ്രൂപ്പിലെ മെസ്സേജ് കണ്ട? എന്തുവാടോ? ക്ലസ്റ്റർ ഹെഡിന്റെ റിവ്യൂ ഉണ്ട്. 1:30 മണിക്ക്. അയ്യോ, ID കാർഡ്. എന്തോ സാറേ? എന്തുവാണോ ഇത്? അതെ, ഇന്നലെ രാത്രി പിള്ളേർ രണ്ടോടൊന്ന് പിടിവലി ഇട്ടതാ. പിള്ളേരോ? അവരല്ലേടോ വെക്കേഷൻ നാട്ടിൽ പോയേക്കോന്ന് പറഞ്ഞത്? ഭാര്യ പിടിച്ചതാ. സാരമില്ല, പോട്ടെ. ആരെങ്കിലും ചോദിച്ചാ പിള്ളേരാന്ന് പറഞ്ഞാൽ മതി. പോട്ടെ. ഇനി ഇതിപ്പോ ഞാൻ എന്തായി സാറേ, അതെ, ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗ് ഇപ്പോൾ 10 മിനിറ്റ് കഴിയും. സാർ ഒന്ന് വെയിറ്റ് ചെയ്യൂ. പെട്ടെന്ന് തീർത്ത് എനിക്ക് ലോൺ വേണേ. കഴിയും. എന്റെ സാറേ, ദൈവമേ. സാറേ, ഈ കളി നമ്മളില്ല. നമുക്കേ ഗ്യാലറിയിലൊരു കളി കാണാം. ഈശ്വരാ, പട്ടിക്കൂട്ടി കയറിയിരിക്കുന്ന അവസ്ഥയാണല്ലോ ദൈവമേ. ഇനി ഒന്ന് മുള്ളാൻ പോലും പോകാൻ പറ്റില്ല. ഇത് ഓണാണല്ലോ അല്ലേ? കാണത്തില്ലല്ലോ അല്ലേ? എല്ലാവരും കയറിയോ? ഓ, കയറി. എവിടെ എൻ്റെ ഫിഗറൊക്കെ? ഈശ്വരാ.